ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തേക്ക് വിട്ടിട്ടുള്ളത്. ജീവിതം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ചെറുതും വലുതുമായ നിയമങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ ആരാണ് എന്ന് പരീക്ഷിക്കാനും പരിശോധിക്കാനും വേണ്ടിയാണ്. ഇസ്ലാം പഠിപ്പിച്ച കർമ്മങ്ങൾ ആ രൂപത്തിലാകണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസ്, ആത്മാർത്ഥത എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പിൻപറ്റിയായിരിക്കണം. ഓരോരുത്തർക്കും തോന്നിയത് ആചാരമാക്കുകയും അതിനാവശ്യമായ നിഷ്കളങ്കതയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ ഒരിക്കലും തന്നെ ഇബാദത്തിന്റെ ഗണത്തിലേക്ക് അതിനെ കൊണ്ടുവരാനോ അടുപ്പിക്കാനോ പാടില്ല, സാധ്യമല്ല എന്നതാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന് കൊടുത്ത വളരെ ശ്രദ്ധേയമായ വിശദീകരണമുണ്ട്. അദ്ദേഹം പറഞ്ഞു, വലാ യകൂനുൽ അമലു ഹസനൻ ഹത്താ യകൂന ഖാലിസൻ ലില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന് ആത്മാർത്ഥമായി ഒരു കാര്യം നിർവഹിച്ചാലല്ലാതെ, അല്ലാഹുവിൻ്റെ കൽപ്പനയും അനുമതിയുമുള്ള ഒരു വിഷയത്തെ ആത്മാർത്ഥതയോടെ ചെയ്താലല്ലാതെ അത് അമലാവുകയില്ല. എങ്ങനെ ചെയ്യണം? അലാ ശരീഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുന്ന് പഠിപ്പിച്ച മാർഗത്തിലായിക്കൊണ്ട്, പാതയിലായിക്കൊണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഫമതാ ഫഖദൽ അമലു വാഹിദൻ മിൻ ഹാദൈനി ശർത്തൈനി, ഈ രണ്ട് നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു അമലിന്റെ കാര്യത്തിൽ ഇല്ലാതെയായാൽ ബത്വല, അത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. വഹബിത, അത് പൊളിഞ്ഞതാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ ഏവർക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ സൂചിപ്പിച്ചത്. പഞ്ചറായി കിടക്കുന്ന ഒരു കാര്യത്തിന്റെ പഞ്ചറൊട്ടിച്ച് എത്ര തന്നെ ഉന്തിയാലും അത് ബത്വല വഹബിത എന്ന് പ്രമാണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വൃത്തത്തിലുള്ള അമലിലേക്ക് ഇതിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല, തീർച്ചയാണ്. ആര് എത്ര വലിയ പോരിശ കൊടുത്താലും ആ നിലക്ക് അതിനെ പരിഗണിക്കുക സാധ്യമല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ അലങ്കാരത്തോടെ ആനന്ദം നിറഞ്ഞാടുന്ന, അതുപോലെ തന്നെ കൃത്രിമ രൂപത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എണ്ണം വെച്ചും അല്ലാതെയും സമയബന്ധിതമായും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിലും നടത്തപ്പെടുമ്പോൾ അതിനെ പരിചയപ്പെടുത്തുന്നു, അതൊരു പെരുന്നാളാണത്രേ. പെരുന്നാൾ പോലെ അതിനെ കൊണ്ടു നടക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം ഈദായി പഠിപ്പിച്ച. ചെറിയ പെരുന്നാളായി, ബലിപെരുന്നാളായി, അത് കഴിഞ്ഞാൽ യൗമുൽ ജുമുഅ, അത് ഈദാണ്, ആഘോഷമാണ്. വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. ആ നിലക്ക് ഇസ്ലാം പഠിപ്പിച്ച ആഘോഷങ്ങളെ ആഘോഷങ്ങളായി കാണുകയും സ്വീകരിക്കുകയും ചെയ്തു പോരുന്ന സമൂഹത്തിലേക്ക് അതാ ഒരു പുതിയ പെരുന്നാൾ, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന രൂപത്തിൽ ഈ കാര്യത്തെ പരിചയപ്പെടുത്തുകയാണ്. എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഈ കാര്യത്തിന് ഇവർ ആക്കം കൂട്ടുന്നു, എളുപ്പം കൂട്ടുന്നു. സമസ്തയിലെ ഒരു പ്രധാന മുസ്ലിയാർ പെരുന്നാളായി തന്നെ കാണണം എന്ന രൂപത്തിൽ പ്രസംഗിച്ച ഒരു ഭാഗം കേൾക്കുക. കാലത്ത് സ്കൂളിലെ മദ്രസയിലെ വിദ്യാർത്ഥികളും അവരുടെ ഉസ്താദുമാരും മാത്രം നടത്തിയിരുന്ന നബിദിന ഘോഷയാത്രകൾ ഇന്ന് ഓരോ മഹല്ലത്തിലെയും ആളുകൾക്ക് ദായി വരുന്ന റബീഉൽ അവ്വൽ 12 അവർക്കൊരു വലിയ പെരുന്നാളാണ്. കേട്ടല്ലോ, ഈ വരുന്ന റബീഉൽ അവ്വൽ അവർക്കൊരു വലിയ പെരുന്നാളാണ്. ഏതിനെ കുറിച്ചാണ്? നമ്മിലേക്ക് അടുത്തിരിക്കുന്ന റബീഉൽ അവ്വലിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ പ്രഭാഷണമാണ്. ഈ രൂപത്തിൽ ഈ അന്ധവിശ്വാസത്തെ പരിചയപ്പെടുത്താൻ എന്താണ് രേഖയുള്ളത്? ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇവരെ പിൻപറ്റുന്ന ആളുകളുടെ മനസ്സുകളിൽ ഇതിന് സ്ഥാനം കിട്ടണമെങ്കിൽ ഇല്ലാ കഥകളും ഇല്ലാത്ത പോരിശകളും പറഞ്ഞേ മതിയാകൂ എന്നിവർക്കറിയാം. അതുകൊണ്ട് കാലങ്ങൾക്കപ്പുറം തുടങ്ങിയിട്ടുണ്ട്. അൽ ഇർഫാദ് എന്ന സമസ്തയുടെ പ്രസിദ്ധമായ സംവിധാനമുണ്ട്. അതിലൂടെ പരിചയപ്പെടുത്തിയത്
മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്ർ, 3-മത്തേത് ഈദ് മീലാദ് റസൂലില്ലാ. 3-മത്തേത് ഈദ് മീലാദ് റസൂലില്ലാ. എവിടുന്നാ കിട്ടിയത്? യൗമുൽ ജുമഅയെ പറ്റിയല്ല. യൗമുൽ ജുമഅ ഇതാണെന്ന് പ്രമാണങ്ങളിൽ വന്നതാണ്. അതിനെ 3-മതായി പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഈ നിലക്കുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനദിനത്തിന് അതുമായി ബന്ധപ്പെട്ട് അതിനെ പെരുന്നാളാക്കി അവതരിപ്പിക്കുന്നു. തീർന്നില്ല, റിസാലയിലൂടെ 987 റിസാലയിലൂടെ നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. അപ്പൊ 2 പെരുന്നാളും അടിയിൽ പോയി. 1-മത്തേതിൽ പുതിയ ഒരു പെരുന്നാളാക്കി മാറ്റി, 2-മത്തേതിലോ നിലവിലുള്ള 2 പെരുന്നാളുകളെയും അടിയിലേക്കാക്കി. ഈ രൂപത്തിൽ ഇതിനെ പുകഴ്ത്തി പ്രശംസിച്ച് കൊണ്ട് നടക്കുമ്പോൾ സഹോദരങ്ങളെ, കൃത്യമായ പ്രമാണം പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് തോന്നുമ്പോൾ ഇത് പെരുന്നാളാണ്, അത് വേണ്ടതാണ്, ഇത് ഒഴിവാക്കേണ്ടതാണ്, ആ വിധി ആവശ്യമില്ല, ഈ വിധി എടുക്കാം, ഇങ്ങനെ തീരുമാനിക്കാം, ആ രീതിയിൽ പറയാൻ പഠിപ്പിക്കപ്പെട്ട മതമാണോ വിശുദ്ധ ഇസ്ലാം? അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് പ്രസക്തിയില്ലേ? ആ പ്രമാണങ്ങളെ നൂറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തു വന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് വിലയില്ലേ? അവരുടെ ജീവിതത്തിൽ, അവരുടെ അറിവിൽ, അവരുടെ വാക്കുകളിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല എന്നുറപ്പാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ ഒരു കാര്യം ഇവിടെ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫഖദ് ബയ്യനല്ലാഹു സുബ്ഹാനഹു അലാ ലിസാനി റസൂലിഹി ബികലാമി. അല്ലാഹുവിൻ്റെ കലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലാഹു വ്യക്തമാക്കി തന്നിരിക്കുന്നു. വകലാമി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ വ്യക്തമായിരിക്കുന്നു. എന്താ വ്യക്തമായത്? ജമീഅ മാ അമറഹു ബിഹി, കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും, വജമീഅ മാ നഹാ അൻഹു, വിരോധിച്ച മുഴുവൻ കാര്യങ്ങളും, വജമീഅ മാ അഹല്ലഹു, അനുവദിച്ച മുഴുവൻ കാര്യങ്ങളും, വജമീഅ മാ ഹറമഹു, നിഷിദ്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും, വജമീഅ മാ അഫാ അൻഹു, ഒഴിവാക്കി തന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാം വ്യക്തമാണ്. തുന്നിച്ചേർക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നിൻ്റെ കൂടെ പിടിപ്പിച്ച് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ദീനിന്റെ പൂർത്തീകരണം പൂർണ്ണമായിട്ടില്ല എന്ന നിലക്ക് ഒന്നിനെയും കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. ശേഷം അദ്ദേഹം പറഞ്ഞു, വബിഹാദാ യകൂനു ദീനുഹു കാമില, ഈ നിലപാടിലൂടെയാണ് അള്ളാഹുവിൻ്റെ ദീൻ പൂർണ്ണമാകുന്നത്. എന്നിട്ടോ തെളിവ് കൊടുക്കുകയാണ്, അല്ലൗമ അക്മൽതു ലക്കും എന്ന ആയത്ത്. എന്തിനാ ഇത് കൊടുത്തത്? പുറത്തുനിന്ന് ആവശ്യമില്ല. അങ്ങാടിയിൽ നിന്ന്, ചന്തയിൽ നിന്ന് ആരെങ്കിലും ഒരു മഹല്ലത്തിലോ ഒരു സ്ഥലത്തോ കൂടിയിരുന്ന് ഇതാഘോഷമാക്കാം, ഇത് ദീനാക്കാം എന്ന നിലക്ക് വാരിയെടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ കാര്യങ്ങൾ പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാള് എന്ന നിലക്ക് അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഇതിന് ആകർഷണീയതയും അതുപോലെ തന്നെ അവർക്കിടയിൽ സ്വാധീനവും ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചില്ല. ഇനിയോ ഇതിന് യാതൊരുവിധ പ്രമാണങ്ങളും ഇല്ല. ഇത് തനിച്ച ഷിയാക്കളുടെ ആചാരമാണ്. ഷിയാക്കളിലെ അതിരുവിട്ട വിഭാഗം ഫാത്തിമിയാക്കൾ കൊണ്ടുവന്ന ആചാരമാണ്. ആ ആചാരത്തിനോട് ഒത്ത് തോളോട് തോള് ചേർന്ന് തൊട്ടുരുമ്മിയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് സമസ്തക്കാർ തന്നെ അംഗീകരിച്ചതാണ്. അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് അവരുടെ മേൽ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. അവരെ പേരിൽ എന്തെങ്കിലും പറഞ്ഞ് ആരോപണം പരത്തേണ്ടതില്ല. സമസ്തയുടെ അംഗീകരിക്കപ്പെട്ട മാസികയായിരുന്നു അൽ മുബാറക്. ആ അൽ മുബാറക് മാസികയിൽ ഈ സുന്നികളും ഷിയാക്കളും ഒത്തുപോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ലേഖനങ്ങൾ വന്നിരുന്നു. ആ ലേഖനങ്ങളിൽ 989 ആഗസ്റ്റ് 16 വന്ന ഒരു ലേഖനമുണ്ട്, സുന്നികളും ഷിയാക്കളും വഹാബികളും മൗദൂദികളും. വ്യത്യാസം പറയുകയാണ്. എവിടൊക്കെയാണ് ഒത്തുപോകുന്നത്, ആരൊക്കെയാണ് വേർപിരിഞ്ഞു പോയിട്ടുള്ളത്, വ്യത്യാസം പറയുകയാണ്. അതിൽ കാണാ, മീലാദുൻ നബി പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്.
അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരമല്ല, സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്. ആരാ ഇതിന് പുണ്യം കൽപ്പിച്ചത്? അതിൻ്റെ പ്രമാണം ഏതാണ്, എവിടെയാണ്? ഇത് കൃത്യമായ ഷിയ ആചാരവും ആഘോഷവുമാണ്. ഷിയാക്കളിലെ ഫാത്തിമിയാക്കളിലെ മുല്ല ഉമർ തുടങ്ങി വെച്ചതാണ്. ഇതും സമസ്ത അംഗീകരിക്കുന്നു. അവരുടെ പ്രസിദ്ധീകരണം സുന്നി അഫ്കാർ 2024 സെപ്റ്റംബർ. ആ സെപ്റ്റംബറിലെ സുന്നി അഫ്കാറിൽ വളരെ കൃത്യമായി തന്നെ എഴുതിയിരിക്കുന്നു, ഹിജറ 300-കൾക്ക് ശേഷം ജീവിച്ചിരുന്ന മുളഫർ രാജാവ് കൊണ്ടുവന്നതാണ് നബിദിനാഘോഷമെന്നാണ് വഹാബികളുടെ ഇമ്മിണി വലിയ വർത്തമാനങ്ങൾ. ഇത് മുളഫർ കൊണ്ടുവന്നതാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇനി ഇവർ പറയണെന്താ അറിയോ? ഇത് മുളഫർ അല്ല. മുളഫർ ആരെയാണ് പിൻപറ്റിയത്? മുളഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലീദാഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ആരോപണമല്ല, ഇത് ഷിയായിസമാണ്, ഇസ്ലാമല്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഇതിനെ കെട്ടിവെക്കേണ്ടതില്ല. താഴ്വയുടെ പാട്ട് പ്രസിദ്ധമാണ്. ആ പാട്ട് പലർക്കും മനപ്പാടമാണ്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാ. അപ്പൊ അതിനു ന്യായീകരണമുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോ ഹിജറ 300-ന് ശേഷം എന്ന് പറഞ്ഞാൽ അത് ഫാത്തിമിയാക്കളും അതുപോലെ തന്നെ പിന്നീട് മുളഫർ രാജാവുമൊക്കെ തുടങ്ങിയതിനെ പറ്റിയാണ്, അതിൻ്റെ മുമ്പുള്ളതിനെ പറ്റിയല്ല എന്ന നിലക്ക് ആ കാര്യത്തെപ്പറ്റി ന്യായീകരണം പറയുന്നു. ഇതവരുടെ തെളിച്ചം മാസികയാണ്. 2011 ഫെബ്രുവരി. അതിൽ കാണാ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതി സ്വഹാബികളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്നത് ശരിയാണെന്നാ പറയണത്. ആ പ്രമാണത്തിലേക്ക് തിരിച്ചു നടക്കാനാണ് തൊണ്ട പൊട്ടി നിങ്ങളോട് പറയുന്നത്. ആ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരൂ, ശരിയായ നിലപാടിലേക്ക് വരൂ. അതിനെതിരെ ദുർബലമായ നിർമ്മിതമായ കഥകൾ കൊണ്ടുവന്ന് വീണ്ടും അതിനെ സുന്നത്താക്കാനും നിർബന്ധമാക്കാനുമുള്ള പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആവശ്യമുള്ളിടത്തൊക്കെ ഇതിങ്ങനെ പറയുക, പിന്നെയോ അവർക്ക് ആവശ്യമുള്ളിടത്ത് ഇത് ഇസ്ലാമാണെന്ന് പറയുക. അതൊരിക്കലും പാടില്ല. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം. ഇതാണ് റബ്ബ് നമുക്ക് നൽകിയ മാർഗം. ആ സിറാത്തുൽ മുസ്തഖീമിൽ വക്രതയില്ല, അതിൽ കളങ്കമില്ല, അത് കൃത്യമാണ്, വ്യക്തമാണ്. എന്തേ വേണ്ടതുള്ളൂ? പ്രമാണങ്ങളെ മുറുകെ പിടിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഖദ് തറക്തു ഫീക്കും, ഞാനിതാ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു, മാ ഇനി തസംതും ബിഹി ഫലൻ തദില്ലു അബദാ. അതിനെ നിങ്ങൾ മുറുക്ക് പിടിച്ചാൽ, ആർക്കും വിട്ടുകൊടുക്കാതെ അതിനെ കണിശമാക്കിയാൽ നിങ്ങൾ പിഴവിൽപ്പെടുകയില്ല. അതേതാണ്? കിതാബല്ലാഹ് വസുന്നത നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ നമുക്ക് വേണ്ടത്. ഷിയാക്കളല്ല, സൂഫികളല്ല, ബറേൽവികളല്ല. നാട്ടാചാരം ജനങ്ങൾ കൂടുതലായി ചെയ്യുന്നു എന്നതല്ല മാനദണ്ഡം. എത്രത്തോളം എന്നറിയോ? തെളിവ് തപ്പി പരതി കിട്ടാതെ വന്നപ്പോ അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെളിവുണ്ട് എന്ന് വരുത്തണ്ടേ? അതിനുവേണ്ടി ഈ കാര്യത്തിന് കൂടുതലായി സംസാരിക്കുന്ന ഒരു മുസ്ലിയാർ, അയാൾ പറയുന്നത് കേൾക്കുക. പറയും, 2 ആഘോഷങ്ങളേ ഉള്ളൂ, വേറെ ആഘോഷമൊന്നുമില്ല എന്ന് പറയും. 2 ആഘോഷമാണെന്ന് പറയാൻ ഒരാൾ വേണ്ടേ? ആ ആളെ പരിചയപ്പെടാൻ വേദി വേണ്ടേ? അങ്ങനെ ആ ആള് പറയുന്നതല്ലേ ആഘോഷം 2ആണോ 1ആണോ? ആ ആളിവിടെ വേണ്ടേ? ആ ആളെ കുറിച്ചുള്ള ബോധ്യവും പരിചയവും വേണ്ടേ? അതിനെ പരിചയപ്പെടുത്താൻ ഈ നാട് ഒരുങ്ങണ്ടേ? ഈ നാട്ടുകാരുടെ ബാധ്യതയല്ലേ ആ പരിചയപ്പെടുത്തൽ? ശരിയാണ്. 2 ആഘോഷം പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഒരു സംശയവുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തണം, പഠിപ്പിക്കണം. അവിടുന്ന് അധ്യാപനങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ജീവിതത്തിൽ പകർത്തി പ്രചരിപ്പിക്കണം. അതിന് വേദി കെട്ടലോ, അതിനുവേണ്ടി പ്രസംഗിക്കലോ, അതിനുവേണ്ടി എഴുതലോ, ചർച്ച നടത്തലോ അത് ഇസ്ലാമികമല്ല. പക്ഷേ ആ പ്രവാചകൻ എവിടെ പറഞ്ഞു?
മൂന്നാമത്തെ ആഘോഷം, രണ്ടാഘോഷങ്ങളെക്കാൾ വലിയ ആഘോഷം, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം, അത് എൻ്റെ ജന്മദിന ആഘോഷമാണ് എന്നെവിടെ പറഞ്ഞു? എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ തെളിവില്ല എന്ന് കാണുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തപ്പി 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 ആളുകളെ ചാക്കിലാക്കുന്ന പരിപാടിയാണ്. അതാ പറഞ്ഞത്, ഇല്ലാത്ത ഈ ആഘോഷത്തിന് തെളിവുണ്ടാക്കാൻ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. ഇനി തീർന്നില്ല, ഈ അനാചാരം നിലനിർത്തൽ നിർബന്ധമാണത്രേ, നിർബന്ധമാണത്രേ. കേൾക്കൂ, നിങ്ങൾ പറയട്ടെ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ വരുന്ന അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ വരുന്ന റബീഉൽ അവ്വൽ എല്ലാവരും ആഘോഷിക്കാം. കേട്ടല്ലോ, നിർബന്ധമായി ആഘോഷിക്കണം എന്നാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പുറപ്പെടുവിച്ച വിധിയാണ്, നിർബന്ധം. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നിർബന്ധം ബാധകമല്ലേ? ഉത്തമ തലമുറയിൽ ഇല്ല എന്നത് ശരിയാണെന്ന് ഇവർ തന്നെ അംഗീകരിച്ചു. ആ സ്വഹാബത്തിന്, അവരെ പിൻപറ്റിയവർക്ക് ഖൈറുൻ നാസി ഖർനി എന്ന് വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത മാ അന അലൈഹി വ സ്വഹാബി അൽയൗം, ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ പറ്റിയാണോ പഠിപ്പിച്ചത് അവർക്ക് ഈ നിർബന്ധം ബാധകല്ലേ? എന്താ സഹോദരങ്ങളെ, എന്തെങ്കിലുമൊക്കെ ആളുകൾ മുമ്പിൽ പറഞ്ഞ് തടി ഊരുക, രക്ഷപ്പെടുക എന്നതാണോ? ഇത് സുന്നി വോയിസ് ആണ്, സമസ്തയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ്. 2011 ഫെബ്രുവരി ഒരു മാസം മുഴുവൻ അത് സ്പെഷ്യലായി, നബിദിനത്തിൻ്റെ സ്പെഷ്യലായി ഇറക്കിയതാണ്. അതിലെന്താ അറിയോ? കേട്ടോളിയും. വിപുലവും വ്യവസ്ഥാപിതവുമായ മീലാദാഘോഷം സുന്നത്തായ നവചര്യയാണ്. അതിൻ്റെ അടിസ്ഥാന രേഖകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സ്വഹാബാക്കളിലും എത്തുന്നവയും സുദൃഢവുമാകുന്നു. ഇവിടെ നവസുന്നത്ത് 2025 ആയപ്പോക്ക് അത് നിർബന്ധം, വാജിബായി. കുറച്ചു മുമ്പ് ഉത്തമ തലമുറയിൽ ഇല്ല. എന്താ ഇതവസ്ഥ? ഉത്തമ തലമുറയിൽ ഇല്ലാത്ത ഒരു കാര്യം സുദൃഢമാകുന്നത് എങ്ങനെയാണ്? ഉറപ്പായി കിട്ടിയ വിഷയമാകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഇത് പുത്തനാചാരമാണ്, പുതിയതായി നിർമ്മിച്ചതാണ്, അത് പാടില്ല. മൻ അഹദസ ഫി അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഈ കാര്യത്തിൽ, ശരീഅത്തിൽ, മതത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന് പുതിയതായി ആര് ചെയ്താലും ഫഹുവ റദ്ദുൻ, തള്ളിക്കളയൽ നിർബന്ധമാണ്. ആഘോഷിക്കലല്ല, തള്ളിക്കളയൽ നിർബന്ധമാണ്. ആചരിക്കലല്ല, കൊണ്ടാടലല്ല, പൊലിപ്പിക്കലല്ല, തള്ളിക്കളയൽ നിർബന്ധമാണ്. ആ നിലക്കാ പഠിപ്പിക്കേണ്ടത്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അനാചാരങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫൈനൽ ബിദ്അ, ബിദ്അത്ത് എന്നത് തസ്തദിരിജു ബി സഗീരിഹാ ഇലാ കബീരിഹാ, ചെറുതായി ചെറുതായി മുളച്ചു വന്ന് അങ്ങനെ വലുതായി വലുതായി വരും. ഹത്താ യൻസലിഖ സ്വാഹിബുഹാ മിനദ്ദീൻ, അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് ഊരിയെറിയുന്ന, വലിച്ചു മാറ്റുന്ന രൂപത്തിൽ അത് സമൂഹത്തിൽ ഉണ്ടാകും. കമാ തൻസല്ലു ശഅറ മിനൽ അജീൻ, പൊടിയിൽ നിന്ന് ഒരു മുടിയെടുത്തു മാറ്റുന്ന പോലെ അത്ര എളുപ്പത്തിൽ വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലേക്ക് ഇത്തരം അനാചാരങ്ങൾ വിശ്വാസപരമായും കർമ്മപരമായും നമ്മെ എത്തിക്കുമെന്നത് വളരെ പേടിയോടെ നമ്മൾ കാണണം. തമാശയായി, നിസാരമായി അവഗണിച്ച് ഒഴിവാക്കേണ്ടതല്ല. പലരും പറയും, ഈ ചർച്ചകൾക്ക് പ്രസക്തിയുണ്ടോ? ഇതിനൊക്കെ അർത്ഥമുണ്ടോ? പഴിചാരലല്ലേ, കുറ്റപ്പെടുത്തലല്ലേ, തോന്നിയത് ചെയ്തോട്ടെ, പലരും ചെയ്യുന്നുണ്ടല്ലോ, പല ആഘോഷങ്ങളും ആചാരങ്ങളും ഉണ്ടല്ലോ. എന്താ ഇസ്ലാമിന് ഇത്ര കാർക്കശ്യം? എന്താ ഇസ്ലാമിന് ഇത്ര ഒരു മുറുക്കിപ്പിടുത്തം എന്നൊക്കെ ചോദിക്കും. സഹോദരങ്ങളെ, ആരെങ്കിലും ഉണ്ടാക്കിയതിനെ അന്യാചാരങ്ങളുമായി ചേർത്ത് വെച്ച് ഇസ്ലാമിൻ്റെ വൃത്തത്തിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നത് അത് വ്യാമോഹമാണ്. അതൊരിക്കലും പറ്റൂല. ഈ ആളുകളും ഈ ആഘോഷത്തിന് തെളിവ് കണ്ടെത്തുന്നത് മറ്റുള്ളവർക്ക് പലതുണ്ടല്ലോ. പിന്നെന്താണ്? ഇത് സന്തുഷ്ട കുടുംബ മാസികയാണ്, സമസ്തയുടെ പ്രധാന മാസികയാണ്. അതിൽ കാണാ ഇതിനെക്കുറിച്ച് പറയുന്നു, ചില മതങ്ങൾ
മതസ്ഥാപകരുടെയും മറ്റും ജന്മദിനം ആഘോഷിച്ചു വരുന്നു. ബുദ്ധമത വിശ്വാസികൾ ബുദ്ധന്റെ ജന്മദിനം ഒരു പ്രധാന ആഘോഷമായി കാണുന്നു. ക്രിസ്തുവിന്റെ ജന്മദിനം ക്രിസ്മസും ലോകം മുഴുവൻ കൊണ്ടാടപ്പെടുന്നു. ഗുരുനാനാക്ക് ജനിച്ച ദിവസം സിഖുകാരും ആഘോഷിക്കുന്നു. മുസ്ലിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ലോകമെങ്ങും സമുചിതമായി ആഘോഷിക്കുന്നു. ആരായി മുസ്ലിങ്ങൾ? ഷിയാക്കളാണ്, സൂഫികളാണ്, ബറേൽവികളാണ്. യഥാർത്ഥ അഹ്ലു സുന്നയുടെ ധാരയിലുള്ളവരല്ല. അവർക്ക് ഇതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ച ആഘോഷമായി എടുക്കാനോ കാണാനോ കഴിയില്ല. സഹോദരങ്ങളെ, പുത്തനാചാരത്തെ ഇസ്ലാമാക്കി മാറ്റാൻ, ആചാരമാക്കി മാറ്റാൻ, നാട്ടിൽ നടക്കുന്ന മറ്റു ആഘോഷങ്ങൾ, ആചാരങ്ങൾ അതിനെ കടമെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. വിശ്വാസപരമായിട്ടോ കർമ്മപരമായിട്ടോ ഇസ്ലാമിനെ മാറ്റിവെച്ച് മറ്റുള്ളതിലേക്ക് ചേർന്ന് പോയാൽ, അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ അവരിലേക്ക് പോകും, അവരെ കൂടെയാകും. അതാണ് ഗൗരവം. ആ മുഷാബഹത്ത്, സാദൃശ്യം, അതിനെ വരെ ഇസ്ലാം തടഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, നമ്മൾ നിന്ദ്യതയിലായിരുന്നു, അറിവില്ലാത്തവരായിരുന്നു. ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിനെ കൊണ്ട് റബ്ബ് നമുക്ക് പ്രതാപം തന്നു. ഫമഹ്മാന തുലുബുൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്. പച്ചയായി ജീവനോടെ ജ്വലിക്കുന്ന ഇസ്ലാം ഇവിടെ ഉണ്ടായിരിക്കെ അതിനെ നിന്ദിക്കാനും അവഗണിക്കാനും, യഥാർത്ഥ വിശ്വാസികളെ സമൂഹമധ്യത്തിൽ അവഹേളിക്കാനും, മറ്റുള്ള ആചാര ആഘോഷങ്ങളുടെ പിന്നാലെ പോകുന്നവർ പേടിക്കുക. നിന്ദ്യത കിട്ടുമെന്നാണ്, അവഗണന കിട്ടുമെന്നാണ്. ഇസ്ലാമാകുന്ന പ്രതാപത്തിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. ഇനിയോ മൗലിദി എന്ന് പറഞ്ഞ് വീടുകളിലും പള്ളികളിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ, ഈ വ്യാജ പ്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം എന്ന ആഹ്വാനം അത് ഇപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേൾക്ക, ഒരു മുസ്ലിയാർ പറയട്ടെ, കേൾക്കും. ആ റബീഉൽ അവ്വൽ കടന്നു വരാനിരിക്കുമ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, നിങ്ങളുടെ വീടുകൾ മൗലിദ് കൊണ്ട് അലങ്കരിക്കണം, നിങ്ങളുടെ പള്ളികൾ മൗലിദ് കൊണ്ട് സജീവമാകണം, നിങ്ങളുടെ മദ്രസകളിൽ മൗലിദ് മുഖരിതമാകണം. ഈ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാനാവണം. അപ്പോഴാണ് നമ്മൾ തിരുനബിയുടെ മുഹിബ്ബീങ്ങളായി മാറുന്നത്. കേട്ടല്ലോ, പള്ളികളും വീടുകളൊക്കെ എന്ത് ചെയ്യണം? മൗലിദ് കൊണ്ട് അലങ്കരിക്കപ്പെടണം. ഏതായി മൗലിദ്? ഒന്ന് മങ്കൂസാണ്, അതുപോലെ അശറക്ക ബൈത്താണ്, യാക്കറം ബൈത്താണ്, സലാം ബൈത്താണ്. എന്താ അതിൻ്റെ ഉള്ളിലുള്ളത്? അതെന്തിനാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്? അത് അവർ തന്നെ പറയാണ്. സുന്നി അഫ്കാർ 2022 ഇതിൽ ചർച്ചയാണ്. മങ്കൂസിനെ പറ്റിയും എല്ലാത്തിനെ പറ്റി ചർച്ചയാണ്. അതിൽ പറയുന്നു, നൂറ്റാണ്ടുകളായി കേരളത്തിനകത്തും പുറത്തും മാലമൗലിദുകൾ സജീവമായി ചൊല്ലി വരുന്നു. നമ്മുടെ പൂർവികരുടെ എല്ലാ പ്രതിസന്ധികളെയും ദൂരീകരിക്കാനുള്ള മാർഗം മാലമൗലിദുകളായിരുന്നു. മാറാവ്യാധികളായ രോഗങ്ങളെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടുമെല്ലാം കാവൽ തേടുന്നതിന് മങ്കൂസ് മൗലിദായിരുന്നു ചൊല്ലിയിരുന്നത്. കാവൽ തേട്ടം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ആരാണ് ഈ പൂർവികർ? സ്വഹാബത്താണോ? ഉത്തമ തലമുറയിൽ ജീവിച്ചവരാണോ? ഇത് ഷിയാക്കളെ ഏർപ്പാടല്ലേ? അവരുടെ ഇമാമുകളെ പറ്റി അവർ എഴുതിക്കൂട്ടിയ ഇതുപോലെയുള്ള കള്ളപ്രകീർത്തനങ്ങളില്ലേ? അത് പിൻപറ്റിയാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇർതകബത്തു വരികൾ നമുക്കറിയാം. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ഇർതകബത്തു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താ അതിൻ്റെ അർത്ഥം? പാപമോചനം തേടുകയാണ്. ഈ അടുത്ത് ഒരു ക്ലിപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മദീനത്ത് തൗഹീദിന്റെ തറവാട്ടിൽ വെച്ച് പച്ചയായ ശിർക്ക്, പ്രവാചകരെ ഞങ്ങളെ പാപങ്ങൾ നിങ്ങൾ പുറത്തു തരണം, ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന സൂറത്ത് നിസായിലെ ആയത്തിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പച്ചയായി ദുർവ്യാഖ്യാനിച്ച് ഇർതകബത്തുവിനെ വെള്ളപൂശുകയാണ്. ഇത് പള്ളി ചൊല്ലാൻ പറഞ്ഞില്ലേ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവരുടെ ക്യാമ്പസിലെ പള്ളിയിൽ
ചൊല്ലട്ടെ ഇർതകബത്തു ഒന്ന് കേൾക്കും. കേട്ടല്ലോ? നല്ല ഈണത്തിലാണ്, ഷിർക്കിന്റെ വരികളാണ്. യാ സയ്യിദ സാദാത്ത് ഈ ദിനങ്ങളിൽ പാടുകയാണ്. അശ്ശഫാഅത്തു ഹബ്ലനാ ചോദിക്കുകയാണ്. എന്താ സഹോദരങ്ങളെ ഇത്? ഈ പ്രകീർത്തനങ്ങൾ ഇസ്ലാമല്ല. ആവശ്യമായ നിലക്ക് അതിരുവിടാതെ രൂപത്തിലുള്ള കാര്യങ്ങളെ ഇസ്ലാം അനുവദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ പാട്ട് കേട്ടു. വഫീനാ നബിയുൻ ഞങ്ങളിൽ നബിയുണ്ട്. യഅലമു മാ ഫീ ഗദ് നാളെയുടെ കാര്യങ്ങൾ അറിയുന്ന നബിയുണ്ട്. ഇവർ വാദപ്രകാരം നബിയെ പറ്റിയുള്ള വല്ലാത്ത പ്രശംസയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ട് പുളകിതനായോ, തുള്ളിച്ചാടിയോ, ആനന്ദലഹരിയിൽ ആടിത്തിമർത്തോ? അവിടുന്ന് പറഞ്ഞു, പാടില്ല മക്കളെ. ചെറിയ കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ അടിത്തറ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നിങ്ങൾ പാടരുത്, തെറ്റായ വരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ എടുത്തിട്ടില്ല. ഒരാൾ ഖുത്ബയിലൂടെ, ഒരാൾ പാട്ടിലൂടെ, ഒരാൾ എഴുത്തിലൂടെ, മദ്ഹ് എങ്ങനെയാകട്ടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ നബിയുടെ പേരിൽ, വലിയിൻ്റെ പേരിൽ, ഷെയ്ഖിൻ്റെ പേരിൽ, ആരെ പേരിലാകട്ടെ അതെടുക്കാൻ പാടില്ല. എത്ര വലിയ പോരിശയാക്കപ്പെട്ട മാല കിതാബാണെങ്കിലും, ഏടുകളാണെങ്കിലും, വകകളാണെങ്കിലും അത് മാറ്റിവെക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഈ സംഭവം അഥവാ വഫീനാ നബിയുൻ എന്ന ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അടക്കം ഉദ്ധരിച്ച സംഭവം അത് വിശദീകരിക്കവേ അദ്ദേഹം പറഞ്ഞു, വഖർദൽ ഹദീസു ഈ ഹദീസ് അറിയിക്കുന്നു അല അന്നഹു ലാ യസിഹു അൻ യഅതഖദൽ ഇൻസാൻ ഫീ നബിയിൻ ഔ വലിയിൻ ഔ ഇമാമിൻ ഔ ഷഹീദിൻ അന്നഹു യഅലമുൽ ഗൈബ്. നബിയാകട്ടെ, വലിയാകട്ടെ, ഷഹീദാകട്ടെ, ഷെയ്ഖാകട്ടെ, ആരാകട്ടെ ഗൈബ് അറിയും എന്ന വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ഹത്താ ലാ യസിഹു ഹാദൽ ഇഅ്തിഖാദ് ഫീ ഹദറത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് പാടില്ല. വലാ യസിഹു അയംദഹ ബിദാലിക ഫീ ശിഅരിൻ ഔ കലാമിൻ ഔ ഖുത്ബ ഒരു കവിതയിലൂടെയോ ഒരു വാക്കിലൂടെയോ ഖുത്ബയിലൂടെയോ പാടില്ല. പിന്നെയോ അമ്മാമായ അതാദുഹു ശുഅറാ മിൽ മുബാലഗ വൽ ഇസ്റാഫ് ഫീ മദ്ഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ് എന്ന നിലക്ക് അതിരുവിട്ട് പരിധി വിട്ട് പാടി നടക്കുന്നവർ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ഉലമാക്കളെ, മശായിഖന്മാരെ, ഉസ്താദുമാരെ വരെ. ഈ അടുത്തൊരു ഉസ്താദ് മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പറ്റി മൗലിദാണ്, അയാളെ പറ്റി പാട്ടാണ്, അതിരുവിട്ട വാക്കുകളാണ്. എന്താണ്? അവർ ഹുദൂദ ശറഇന്റെ ഹുദൂദുകൾ തെറ്റിച്ചിരിക്കുന്നു, അവർക്ക് പാളിയിരിക്കുന്നു എന്നാണ്, അവർ പിഴവിലായിരിക്കുന്നു എന്നാണ്. ഇതൊക്കെ പ്രാമാണിക ബോധമുള്ള പണ്ഡിതന്മാർ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത്തരം ഈണമുള്ള താളമുള്ള പാട്ടുകൾ കേട്ട് വിശ്വാസം അതൊരിക്കലും ചൂഷണത്തിന് വിട്ടുകൊടുക്കരുത്. നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന ശിർക്കൻ വിശ്വാസങ്ങൾക്ക് തലവെച്ചു കൊടുക്കരുത് സഹോദരങ്ങളെ. എത്രത്തോളം എന്നറിയോ? ഇതിന് വലിയ സ്വാധീനം കിട്ടാൻ വേണ്ടി പുതിയൊരു നമ്പറുമായി വന്നിരിക്കുന്നു. എന്താ നമ്പർ? 1500 ജന്മദിന ആഘോഷമാണ്. 1447 ഹിജറ, 1447 ഹിജറക്ക് മുമ്പുള്ള 53 കൂട്ടി 1500 ഇതാ തികയുകയാണ്. നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. പറയട്ടെ, കേൾക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് ഈ വരുന്ന റബീഉൽ അവ്വൽ 12. നമുക്ക് നല്ലതുപോലെ കൊണ്ടാടണം. 1500ാമത് ജന്മദിനാഘോഷമാണ് ഇനി വരുന്നത്. വലിയ ക്യാമ്പയിനാണ്. സുപ്രഭാതത്തിൽ പ്രധാന ലേഖനം വരെ കൊടുത്തുവിട്ടു. നിരന്തരം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? 1500ന്റെ നിറവിലെത്തിയിരിക്കുന്നു. എന്തായിരുന്നു സഹോദരങ്ങളെ? ശരിയാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന നിലക്കാണെങ്കിൽ പരിഗണിക്കാം.
അവിടുന്നിന്റെ മീലാദ് ജനനം എന്ന നിലക്കാണെങ്കിൽ പരിഗണിക്കാം. അല്ലാതെ ഷിയാക്കൾ ഉണ്ടാക്കിയ ആഘോഷം എന്ന നിലക്ക് എടുക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. നുബൂവത്ത് വരെ 40 വർഷങ്ങൾ ജാഹിലിയ കാലഘട്ടം അവിടെയുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു തരിമ്പ് വലിപ്പത്തിൽ പോലും അവരാരും ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും ചെയ്തില്ല. ജാഹിലിയത്തിൽ ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോലും വിട്ടുനിൽക്കപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം ഉണ്ടായിട്ടില്ല. ഇനിയോ അത് കഴിഞ്ഞ് നുബൂവത്തിന് ശേഷം 13 വർഷം മക്കയിൽ ജീവിച്ചു. വഹിയുണ്ട്. ഓരോ നിയമങ്ങളും വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ 13 വർഷങ്ങളിൽ അത് കാണുന്നില്ല. ഇനിയോ 53-ാമത്തെ വയസ്സിൽ ഹിജറ പോകുന്നു. 10 വർഷം മദീനത്ത് എന്തൊക്കെ വിധികൾ പഠിപ്പിക്കപ്പെട്ടു, ഏതൊക്കെ നിയമങ്ങൾ ഇറക്കപ്പെട്ടു, അനുവദിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതുമായ കാര്യങ്ങൾ തുടരെയായി വന്നു. ആ 10 വർഷങ്ങളിലും ഒന്നുമില്ല. അവിടുന്ന് ഏറെ സ്നേഹിച്ച മുഹാജിറുകൾ അൻസ്വാറുകൾ ചുറ്റിലുമുണ്ട്. അവരാരും എടുത്തില്ല, ചെയ്തില്ല. മൊത്തത്തിൽ 63 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിമിഷം പോലും ഈ കാര്യത്തെ ആഘോഷിച്ചില്ല, കൊണ്ടാടിയില്ല. അത് ഉറപ്പാണ്. ഇനി ഉത്തമ തലമുറ 300 വർഷങ്ങൾ അവരാരും ചെയ്തില്ല. എന്നാ തുടങ്ങിയത് 300കൾക്ക് ശേഷം 400-ൽ ഷിയാക്കളിലെ അതിരുവിട്ട തീവ്ര വിഭാഗം ഫാത്തിമിയാക്കൾ കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ ഹിജറ 400കളിലാണ് ഈ ആചാരം ഉണ്ടായത്. 1447 മൈനസ് 300 സമം 1147. ഷിയാക്കൾ തുടങ്ങിയത് മുതൽ 1147. പിന്നെയോ ആ ഷിയാക്കൾ തുടങ്ങിയത് അത്ര പോരാ, കുറച്ചുകൂടി ഉസാറാക്കണം, നന്നായി പൊലിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയപ്പോൾ സൂഫിയായിട്ടുള്ള മലിക് മുദഫർ, ഇർബൽ ഭരിച്ചിരുന്ന മലിക് മുദഫർ ഹിജറ 7-ാം നൂറ്റാണ്ടിൽ 600-ന്റെയും 700-ന്റെയും ഇടയിൽ മുദഫർ ഇതിലേക്ക് അതിനോട് ഇമ്പമുള്ള കമ്പമുള്ള ആളുകളെ വിളിച്ചുകൂട്ടി. അതിനുവേണ്ടി നന്നായി പണമിറക്കി. ഇത് വലിയൊരാഘോഷമാക്കി. അങ്ങനെ വരുമ്പോൾ 1447 മൈനസ് 600 സമം 847. സൂഫികൾ മുതലാണെങ്കിൽ 847. ഇനി ഷിയാക്കളെയും സൂഫികളെയും തുടർന്ന് വന്നിട്ടുള്ള സമസ്തയുടെ പാരമ്പര്യമെടുത്താലോ, സമസ്ത രൂപീകരിക്കപ്പെട്ടത് മുതൽ 100ലേക്ക് അടുക്കുകയാണ്. സമസ്തയുടെ രൂപീകരണം ഹിജറ 1344-ലാണ്. അപ്പോൾ 1926 അഥവാ ഹിജറ 1344-ലാണ് കേരളത്തിൽ സമസ്ത രൂപീകരിക്കപ്പെട്ടത്. അതുമുതൽ നമ്മൾ എടുത്താൽ 1447 മൈനസ് 1344 സമം 103 വർഷങ്ങൾ. സമസ്തയുടെ രൂപീകരണം മുതലാണെങ്കിൽ 103 വർഷങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഷിയാക്കളിൽ ചെന്നെത്തുന്ന ഈ ദുരാചാരം അതിൻ്റെ ആയുസ് വളർന്നിട്ട് 1147. അവരെ പിൻപറ്റി വന്ന സൂഫികൾ പ്രകാരമാണെങ്കിൽ ഇതിൻ്റെ ആയുസ് എത്തിയത് 847 വർഷങ്ങളാണ്. ഇനി അതല്ല, ആ 2 മാർഗത്തെയും പൊന്നുപോലെ കണ്ടു പോരുന്ന സമസ്തയുടെ പാരമ്പര്യ പ്രകാരമാണെങ്കിൽ 103 വർഷങ്ങളുടെ ആയുസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങളെ കാണുന്ന കേൾക്കുന്ന, നിങ്ങളെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ കബളിപ്പിച്ച് നിങ്ങൾ ഈ രൂപത്തിൽ ദുരാചാരത്തെ പെരുപ്പിക്കേണ്ടതില്ല. നിങ്ങൾ തന്നെ അംഗീകരിച്ചു ഇത് ഷിയാക്കളാണ് തുടങ്ങിയത്. പിന്നെ നിങ്ങൾക്ക് കാരണമുള്ളത് സ്വഹാബത്തിന്റെ കാലത്തൊക്കെ പല പാട്ടുകളുണ്ടല്ലോ. അപ്പൊ ഈ രൂപത്തിലെ പാട്ടുകളുണ്ടോ? അതിനുത്തരല്ല. ശിർക്ക് നിറഞ്ഞ വരികളുണ്ടോ? അതിനുത്തരല്ല. ഇനിയോ പ്രമാണങ്ങളെ സ്വന്തമായി നിങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കുന്നു, നിങ്ങളുടെ വകയായി സൃഷ്ടിച്ചുണ്ടാക്കുന്നു. വികലവാദങ്ങളെ വിശുദ്ധവാദങ്ങളായി, വിശുദ്ധ വിശ്വാസങ്ങളായി നിങ്ങൾ കൊണ്ടു നടക്കുന്നു. അത് നിർത്തണം.
കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തന്നതാണ്. വമൻ യുശാഖില്ലാഹ വറസൂൽ, അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ ദൂതർക്കും ആരെങ്കിലും എതിരായാൽ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുമെന്നാണ്. ആ ശിക്ഷയെ സഹിക്കാനും ഉൾക്കൊള്ളാനും താങ്ങാനും കഴിയില്ല. അതോർക്കുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കാണ് നിന്ദതയും അധപ്പതനവും ഉള്ളത്? അവിടുന്ന് പറഞ്ഞു, എൻ്റെ സുന്നത്തിന്, എൻ്റെ ചര്യക്ക്, ഖാലഫ അംരി, എൻ്റെ കൽപ്പനക്ക് എതിരായി നിൽക്കുന്നവർക്കാണ്. അതിനാൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ മുറുകെ പിടിച്ച് ജീവിതത്തോട് ചേർത്ത് വെച്ച് നാളെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗീയ ലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.